You've been talking about patience, hoping for everlasting. You're known for talking. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള 3D ക്യൂബ് ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ്മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ 2 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാനിവിടെ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇമേജ് ഓഫാക്കി ഇടുന്നുണ്ട്. ശേഷം ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഈ ഒരു ബോക്സ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം വിഡ്ത്ത് വന്ന് നമ്മളൊന്ന് വിഡ്ത്തല്ല, ഹൈറ്റ് വന്ന് നമ്മളൊന്ന് മൈനസ് ചെയ്യണം. ഒരു 100ലേക്ക് എത്തിച്ചു കൊടുക്കണം. ഓക്കെ, ഹൈറ്റ് വന്ന് 100ലേക്ക് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിവിടെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഷെയ്ഡിങ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്കെയിലിൽ വരാം. കുറച്ച് മുകളിലായിട്ട് ഇവിടെ സ്കെയിലിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ ഒരു സ്കെയിലിൽ വന്ന് നിങ്ങൾക്ക് ഏതൊരു അളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാൻ ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വരാം. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും അതേ എഫക്റ്റിൽ പോയിട്ട് നമ്മളിവിടെ റൊട്ടേഷനിൽ വൈയുടെ വാല്യൂ ആണ് നമ്മൾ മാറ്റേണ്ടത്. റൊട്ടേഷനിൽ വൈയിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ഒരു 230 ഒക്കെ സെറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച്, നിങ്ങളുടെ റീലിക്കിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു 230 സെറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു കർവ് ആഡ് ചെയ്യണം. ഈ ഒരു 4th കർവ് ഇതുപോലെ ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യുക. ശേഷം ഇവിടെ എയിൽ വന്നിട്ട് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. എയിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ -20 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അധികം മാറ്റം വരുത്തിയാൽ ബോറാവും. അധികം ബോറാവാത്ത രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഫുള്ളായിട്ട് ബാക്ക് വന്നാൽ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ബോക്സിൻ്റെ രീതിയിൽ നമുക്കൊരു 3D ബോക്സിൻ്റെ രീതിയിൽ ഇതുപോലൊരു റൊട്ടേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി, നിങ്ങൾ പ്രിവ്യൂ കണ്ടതുപോലെ ബാക്കി നമുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതായത് നേരത്തെ ആഡ് ചെയ്ത ബോക്സ് എഫക്റ്റ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, കോപ്പി എടുക്കുക. ബോക്സ് എഫക്റ്റിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ടാമത്തെ ക്ലിപ്പിൽ വന്ന് പേസ്റ്റ് ചെയ്യാം. ശേഷം ഞാൻ ഇന്ന് മുകളിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതും നമുക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. 2 നമുക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ താഴേക്ക് വന്നാൽ ഈ ഇതൊക്കെ നമ്മളൊന്ന് കൂട്ടി ഇൻക്രീസ് ചെയ്തിട്ട് കൊടുക്കുക 2ലും. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ബിയിൽ ആഡ് ചെയ്തതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതായത് നമ്മൾ ഈ ഒരു മുകളിലത്തെ പിക്കിൽ, അതായത് നമ്മൾ ഈ രണ്ടാമത് ആഡ് ചെയ്ത ഈ ഒരു മുകളിലത്തെ പിക്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പം നമ്മളിതിൽ പോവുക. ഈ ഒരു ഇതിൽ പോയാൽ നമുക്കിവിടെ താഴേക്ക് വന്നാൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊന്ന് കാണാൻ സാധിക്കും. സ്കെയിൽ ചെയ്യാൻ മാറ്റുന്നില്ല, ക്രോപ്പാണ് പറയുന്നത്. ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നാൽ ഈ ഒരു ക്രോപ്പിൽ പോവുക. ഈ ഒരു ക്രോപ്പിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ കാര്യം നമ്മൾ 2ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫുൾ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ ലഭിക്കുക.
ഓക്കെ, അത് നമുക്ക് മറ്റേ പിക്കും കൂടി നമുക്ക് പിന്നെ അപ്പുറം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഒരു സ്കെയിലിൽ വന്നിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ മാറ്റണ്ട, എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കെയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കുക, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടുക. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴേക്ക് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു താഴേക്ക് സെറ്റ് ചെയ്ത് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ശേഷം സെർച്ചിൽ പോയിട്ട് നമ്മൾ മിറർന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു മിറർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ഒരു ഇതിൽ വന്നാൽ അതിൽ വെർട്ടിക്കൽ നിന്ന് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം വീണ്ടും നമുക്കിപ്പോൾ നോക്കിയതാ നല്ല അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമുക്ക് കുറച്ച് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു മിറർ നമ്മൾ ആഡ് ചെയ്തതിൽ. കാരണം നമുക്ക് ആ ഉള്ളിലേക്ക് വരുമ്പോൾ കുറച്ച് ഷാഡോസും കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും. അപ്പോൾ നമുക്കതിൽ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൽ കളർ ആൻഡ് ലൈറ്റിൽ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ എഡിറ്റിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് രസമുണ്ടോ എന്നുള്ളത്. അതായത് ഉള്ളിൽ എപ്പോഴും ഒരു ഡാർക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു രീതിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ട്രാൻസിഷൻ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്, പക്ഷേ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിൽ ഏത് തരത്തിലുള്ളതിലായാലും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു യൂസ്ഫുള്ളായ ട്രാൻസിഷൻ ആണ് എന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.